തിരുവാതിര ആശംസകൾ. തിരുവാതിര പുഴുക്ക് എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഇട്ടുണ്ടാക്കിയ സ്വാദേറിയ തിരുവാതിര പുഴുക്ക് ഉണ്ടാക്കുന്ന എങ്ങനെ നമുക്ക് നോക്കാം. ഇതിൽ വൻപയർ ഞാൻ വറുത്തൊക്കെ കുക്ക് ചെയ്ത് ചേർത്തതാ. അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് ആട്ടോ. ഇത് ഉണ്ടാക്കാൻ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. കൂർക്ക, ചേന, വൻപയർ, ചേമ്പ്, കാച്ചിൽ, കാ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. മധുരക്കിഴങ്ങ്. ആദ്യം നമുക്ക് ഈ പയറൊന്ന് കുക്ക് ചെയ്ത് എടുത്തിട്ട് വരാം. പയർ വറുത്ത ഒരു മണം വരുമ്പോൾ നമുക്കത് വാഷ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യാൻ വെക്കാം. തിളച്ച് വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു ബൗളിലോട്ട് എടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് ഇതൊക്കെ തൊലി കളഞ്ഞ് കട്ട് ചെയ്തുകൊണ്ട് വരാം. ചേമ്പ് ഇതേപോലെ കട്ട് ചെയ്ത്, കാച്ചിൽ, പിന്നെ മധുരക്കിഴങ്ങ് ഇതേപോലെ കട്ട് ചെയ്ത് വെക്കുക. പിന്നെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കായും കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഈ തേങ്ങ നമുക്കിങ്ങനെ അരച്ചിട്ട് വരാം. കറി ലീഫ്, ഗ്രീൻ ചില്ലി ഒക്കെ ഇട്ട് അരച്ച് മാറ്റി വെക്കാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് കറി ലീഫ്, ഗ്രീൻ ചില്ലി, പയർ കുക്ക് ചെയ്ത് വെച്ച് കലത്തിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് ചേന, വെള്ളവും മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് അടച്ചു വെക്കുക. ഇപ്പൊ തിളച്ച് വന്നിട്ടുണ്ട്. കായ അതിലേക്ക് ഇട്ട് കൊടുക്കുക. വീണ്ടും അടച്ചു വെക്കുക. ഇത് തിളച്ച് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാക്കിയുള്ള ചേമ്പ്, കാച്ചിൽ, കൂർക്ക, മധുരക്കിഴങ്ങ് എല്ലാം ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. തിളച്ച് വരുമ്പോൾ സാൾട്ട്, ഗ്രീൻ ചില്ലി, കറി ലീഫ് ഒക്കെ ഇട്ട് കുക്ക് ശേഷം പയറ്, തേങ്ങ, കുക്ക് ചെയ്ത് വെച്ച പയർ, അരപ്പ് ഇട്ട് ഇളക്കി വീണ്ടും ഒരു 3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പുഴുക്ക് ഓൾമോസ്റ്റ് റെഡി. പിന്നെ പുഴുക്കിന്റെ കൺസിസ്റ്റൻസി ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ലിക്വിഡ് ആയിട്ടിരിക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക. അതെല്ലാം തിക്കായിട്ടിരിക്കണം. അങ്ങനെ ലാസ്റ്റ് കുറച്ച് കറി ലീഫും കോക്കനട്ട് ഓയിലും ഒക്കെ താളിച്ചെടുത്ത് കഴിഞ്ഞ് തിരുവാതിര പുഴുക്ക് റെഡി. ഈ പുഴുക്കൊന്ന് ട്രൈ ചെയ്ത്